ഓഗസ്റ്റ് 8 മുതൽ ഫ്ലിപ്കാർട്ടിൽ ഫ്രീഡം സെയിൽ ലൈവ് ആവുകയാണ്. എന്നാൽ നിങ്ങൾ പ്ലസ് മെമ്പർ, ബ്ലാക്ക് മെമ്പർ കൂടാതെ അവരുടെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഏർലി ആക്സസ് കിട്ടും. അതായത് ഓഗസ്റ്റ് 7 മുതൽ നമുക്ക് ഇന്ന് സാധനങ്ങൾ മേടിച്ചു തുടങ്ങാം. എന്തായാലും ഓഗസ്റ്റ് 7 ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ പോക്കോ MI പവർ ഫസ്റ്റ് സെയിലിനെത്തുവാണ്. സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് നമുക്ക് 6+128 വേരിയന്റ് 21,999 മേടിക്കാൻ സാധിക്കും. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 24,999 ആണ്. ഈ ഒരു 21,999 ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ ആണോ ഇനി അതല്ല വിത്തൗട്ട് കാർഡ് ഓഫർ ആണോ എന്നുള്ളത് നമുക്ക് ആ ദിവസം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. എന്നാലും 25,000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡീലാണ് ഈ ഒരു പോക്കോ MI പവർ എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യമൊന്നുമില്ല, പോക്കോ MI പവറിനെ കുറിച്ചിട്ടല്ല. നമ്മുടെ ഫ്രീഡം സെയിലിൽ ഐഫോൺസ് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്യുക പ്രോഡക്റ്റ് മേടിക്കണമോ വേണ്ടയോ എന്നുള്ളത്. കാരണം അടുത്ത മാസം, അതായത് ഇപ്പോൾ ഓഗസ്റ്റ് ആയി, ചിലപ്പോൾ സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ വർഷത്തിലെ ഏറ്റവും വലിയ ഓഫർ സെയിലായ ബിഗ് ബില്യൺ ഡേയ്സ് വരാൻ പോവുകയാണ്. സോ ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഫോണുകളൊക്കെ തന്നെ മേടിക്കാൻ സാധിക്കുന്നത് ആ ഒരു ഓഫർ സെയിലായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ബിഗ് ബില്യൺ ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫ്രീഡം സെയിലിൽ നിന്ന് മേടിക്കാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ അതിനു മുന്നേയും ഈ ഒരു വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. കാരണം എന്തുമാത്രം ലാഭത്തിനാണ്, ഇനി അതല്ല എത്ര രൂപയ്ക്ക് ആയിരിക്കും വന്നാൽ നമുക്ക് ലാഭത്തിന് മേടിക്കാൻ പറ്റുക എന്നുള്ളത് വീഡിയോയിൽ പൂർണ്ണമായി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള ഓഫർ അപ്ഡേറ്റ്സിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിങ്ങിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, കൂടാതെ ഡൈ കാസ്, മെറ്റൽ കാസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ ഫ്രീഡം സെയിൽ നമ്മുടെ ഐഫോണുകളിലേക്ക് വരുവാണെങ്കിൽ ഇതേ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ടോപ്പ് ഡീൽസ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ട് iPhone 17 ഫ്രം 7X900 എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 82,900 നോർമൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര രൂപയായിരിക്കും എക്സാക്ട് നമുക്ക് ഈ ഒരു ഓഫർ സെയിലിൽ കിട്ടുമെന്ന് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും ഈ 17 എന്ന് പറയുന്നത് നമ്മുടെ സാസാലയിലെ ഓഫർ സെയിൽ, അതായത് മെയ് മാസത്തിൽ നടന്ന ഓഫർ സെയിലിൽ 76,900 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കൂടാതെ ഗോഡ് സെയിലിൽ കഴിഞ്ഞ മാസം നടന്ന ഓഫർ സെയിലിൽ നമുക്കിത് 75,900 രൂപയായിരുന്നു. അതായത് മെയ് മാസത്തിൽ നടന്ന ഒരു വലിയ ഓഫർ സെയിലായിട്ടുള്ള സാസാലയിലെ സെയിലിനേക്കാളും വീണ്ടും ഒരു 1000 രൂപ കുറച്ചിട്ടായിരുന്നു നമ്മുടെ ഗോഡ് സെയിലിൽ ഈ ഒരു iPhone 17 കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 7Xന്റെ ഭാഗത്ത് വേണമെങ്കിൽ ഒരു 2 or 3 ഒക്കെ ചേർക്കുന്നതിൽ കുഴപ്പമില്ല. എന്തായാലും 75,900, 76,000-നാണ് മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു iPhone 17 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊരു 75,000 ആയിക്കോട്ടെ, 74,000 ആയിക്കോട്ടെ, നമുക്ക് നല്ലൊരു ഡീലാണെന്ന് പറയാൻ സാധിക്കും. മിക്കവാറും ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ, വരാൻ പോകുന്ന ബിഗ് ബില്യൺ ഡേയ്സിൽ ചിലപ്പോൾ 70,000-നോ അല്ലെങ്കിൽ 71,000-നോ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ എല്ലാത്തിനും വില കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ രീതിക്കൊരു ഓഫർ സെയിലായിട്ട് നമുക്ക് ബിഗ് ബില്യൺ ഡേയ്സിൽ, അതായത് ഈ ഒരു iPhone 17 പൊക്കി പിടിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. എന്തായാലും 73,000 രൂപയ്ക്ക്, 72,900-നൊക്കെ ഇപ്പോൾ ഈ ഒരു ഓഫർ സെയിലിൽ കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീലാണ്. നിങ്ങൾക്കിപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യാൻ വയ്യെങ്കിൽ വാങ്ങിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കൂടാതെ iPhone 17 പ്രോയിലേക്ക് വരുവാണെങ്കിൽ ഇത് ആക്ച്വലി മേടിക്കുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം മേടിക്കുക. കാരണം ഇവിടെ എഴുതി വെച്ചിരുന്നത് ഫ്രം 12X900 എന്നാണ്. അതായത് 1,20,000-ന് മുകളിലായിരിക്കാം ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത്. എന്നാൽ ഈ സെയിം പ്രോഡക്റ്റ് നമ്മുടെ സാസാലയിലെ ഓഫർ സെയിലിൽ കിട്ടിയത് 1,19,900 രൂപയ്ക്കാണ്. എന്തായാലും ഇതിപ്പോൾ 1-2 എന്ന് എഴുതിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു 1,19,900 കിട്ടാൻ ചാൻസ് ഇല്ല. മിക്കവാറും ഒരു 1,26,900 അല്ലെങ്കിൽ 1,25,000 ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ ചാൻസ്. എന്തായാലും ഗോഡ് സെയിലിൽ ഈ ഒരു പ്രോഡക്റ്റ് 1,22,900 ആയിരുന്നു. ഇനി ആ ഒരു റേറ്റ് കിട്ടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. കൂടാതെ iPhone 17 Pro Maxിലേക്ക് വരുവാണെങ്കിൽ 1,30,000-ന് മുകളിലായിരിക്കാം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സാസാലയിലെ സെയിലിൽ 1,34,900-ഉം ഗോഡ് സെയിലിൽ 1,37,900 എന്ന് കണ്ടത്. മിക്കവാറും ഇത് 1,34,900-ന് എത്താൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല 1,37,900-നും കാണാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ രണ്ടെണ്ണത്തിനും ഇടയ്ക്കായിട്ട് 1,35,600-നും കാണാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും 1,34,900-ന് മുകളിൽ ഒരു റേറ്റ് വരുവാണെങ്കിൽ, അതായത് കുറഞ്ഞ
കുറഞ്ഞിട്ട് ഒരു റേറ്റ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ലൊരു ഡീലായിരിക്കും നമ്മുടെ iPhone 17 Pro Maxന്. ഇനി അതല്ല എന്താ പറയുക 1,37,900 കിട്ടുവാണെങ്കിൽ ഓക്കെ, സാധാരണ റേറ്റിനേക്കാൾ നമുക്ക് കുറച്ച് ലാഭകരമായിട്ട് മേടിക്കാൻ പറ്റി എന്ന് മാത്രമേ ഈ ഒരു ഫോണിനെ കുറിച്ചും പറയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത നമ്മുടെ iPhone 16ലേക്ക് വരുവാണെങ്കിൽ 60,000 മുകളിലായിരിക്കും ഈ ഒരു പ്രോഡക്റ്റിന്റെ വില നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സാസാലയിലെ സെയിലിൽ 62,900 ആയിരുന്നു. ആ സെയിം റേറ്റ് തന്നെയായിരുന്നു നമ്മുടെ ഗോഡ് സെയിലും. മിക്കവാറും ഈ ഒരു 62,900 നമ്മുടെ iPhone 16 ഫ്രീഡം സെയിലിലും കാണാൻ ചാൻസ് ഉള്ളത്. എന്തായാലും 62,900 അതായത് 63,000 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു iPhone 16 മേടിക്കണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ കുറച്ചുകൂടി കാശ് ഇടുവാണെങ്കിൽ നമുക്ക് iPhone 17 ഇപ്പോൾ ഒരു 73,000 കിട്ടുന്നെങ്കിൽ പോലും ഒരു 10,000 രൂപ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതിനകത്ത് A18 പ്രോസസർ ആകുമ്പോഴത്തേക്കും മറ്റിടത്ത് A19 പ്രോസസറാണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഫാർ ബെറ്റർ ആണ് നമ്മുടെ iPhone 16നേക്കാളും iPhone 17. ഒരു 10,000 രൂപ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഇടുന്നതിൽ ഒരു തെറ്റുമില്ലാതെ ഞാൻ പറഞ്ഞുള്ളൂ. സോ iPhone 16 നമ്മൾ ഇനി ഒരു 50,000 അല്ലെങ്കിൽ 55,000 രൂപയൊക്കെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കൂടാതെ iPhone 15 50,000 മുകളിലായിരിക്കും ഇവിടെ വരാൻ സാധിക്കുക. അതുപോലെ തന്നെ iPhone 16 പ്ലസ് 78,000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുക. കൂടാതെ iPhone 17 65,000, iPhone 16 60,000, കൂടാതെ iPhone Air അത് പിന്നെ 1,00,000 മുകളിലാണ് നോർമൽ റേറ്റ്. അതിപ്പോൾ 90,000 മുകളിലായിരിക്കും കിട്ടുക. മിക്കവാറും ഒരു 95,000 ആയിരിക്കും ഈ ഒരു iPhone Air കാണാൻ ചാൻസ് ഉള്ളത്. എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു iPhone മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുക നമ്മുടെ iPhone 17 മേടിക്കുന്നതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നല്ലത്. ഇനി അതല്ല ഒരു 45,000 50,000 രൂപയ്ക്കകത്ത് മറ്റ് ഫോണുകൾ കിട്ടുന്നെങ്കിൽ ഇപ്പോൾ 15 ആയിക്കോട്ടെ അതുപോലെ തന്നെ 16 ആയിക്കോട്ടെ അത് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇതൊക്കെ തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിൽ ഈ ഒരു റേറ്റുകളേക്കാളും കൂടുതൽ കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിൽ വേറൊരു സംശയമില്ല. അതായത് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് ഓഫർ സെയിലിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സും ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലാണ്. എന്തായാലും ഇപ്പോഴത്തെ ഓഗസ്റ്റ് പകുതി മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ മതി. ചിലപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലായിരിക്കും, ഇനി അതല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലായിരിക്കും നമുക്കൊരു ബിഗ് ബില്യൺ ഡേയ്സ് കാണാൻ സാധിക്കുന്നത്. സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയില്ല. സോ ഒരു 1,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ സേവ് ചെയ്യാൻ പറ്റിയാൽ പോലും അത് നമുക്ക് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കാശിന് വേറെ എക്സ്ട്രാ ഇയർബഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഒരു എക്സ്ട്രാ ആക്സസറി ആയിട്ട് മേടിക്കാൻ സാധിക്കുന്നതാണ്. സോ ബിഗ് ബില്യൺ ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യൂ. ഇനി അതല്ല ഞാൻ പറഞ്ഞ പോലെ iPhone 17 73,000, 17 Pro ഒരു 120, ഇനി അല്ല 17 Pro Max ഒരു 135 ഒക്കെ കിട്ടുന്നെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നല്ലൊരു ഡീൽ കിട്ടി എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഐഫോൺസ് ഈ ഒരു ഫ്രീഡം സെയിലിൽ മേടിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ല എന്നുള്ളൊരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ ഇതുപോലുള്ള മറ്റു വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ. ഞാൻ ഉടനെ അതും അങ്ങോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.